بسم الله الرحمن الرحيم. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. وإذا تتلى عليهم آياتنا بينات ما كان حجتهم إلا أن قالوا ائتوا بآبائنا إن كنتم صادقين. قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون. ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1745 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. وإذا تتلى عليهم آياتنا بينات ما كان حجتهم إلا أن قالوا ائتوا بآبائنا إن كنتم صادقين. قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون. ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത്. മക്കയിലെ നിഷേധികളായ ആളുകളുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകൾ പരാമർശിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ 23-ാമത്തെ ആയത്തിൽ സ്വന്തം ഇച്ഛകളെയും ജഡിക താല്പര്യങ്ങളെയും ഇലാഹായി ദൈവമായി അള്ളാഹുവിന്റെ സ്ഥാനത്ത് കണ്ട ദേഹേച്ഛകളുടെ മാത്രം ഐഹിക ജീവിത താല്പര്യങ്ങളുടെ മാത്രം പ്രേരണയാൽ ജീവിക്കുന്ന തരം ആളുകളെ അവര് സ്വയം തെരഞ്ഞെടുത്ത ആ മാർഗം എത്ര വലിയ അബദ്ധത്തിലാണ് ചെന്ന് ചാടിക്കുന്നത് എന്ന കാര്യമാണ് വിശദമാക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. ജീവിതത്തിൽ ദൈവിക മാർഗദർശനം ആവശ്യമില്ല, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് മനസ്സിന്റെ തോന്നലുകൾക്കനുസരിച്ച് നീങ്ങിയാൽ മതി എന്ന് കരുതുന്ന ആളുകൾ അവര് സ്വയം തെരഞ്ഞെടുത്ത ആ വഴികേടിലേക്ക്, ദുർമാർഗത്തിലേക്ക് അള്ളാഹു തള്ളിവിടുന്ന കാര്യമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അവരുടെ കേൾവിയോ അവരുടെ ആലോചനയോ
അവരുടെ ദൃഷ്ടികളോ ഒന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. അവര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലൊന്നും കേൾക്കുന്നവരാകുന്നില്ല. വേണ്ട വിധത്തിൽ കാര്യങ്ങളെക്കുറിച്ച് പര്യാലോചിക്കാൻ അവർക്ക് അവരുടെ ഹൃദയവും ചിന്തയും മസ്തിഷ്കവും ഒന്നും പ്രയോജനപ്പെടുന്നില്ല. അതുപോലെ അവരുടെ കാഴ്ച മറയിട്ട പോലെയാണ്. അവർക്ക് യാതൊന്നും വേണ്ട വിധത്തിൽ കാണാനും കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി നിരീക്ഷിക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹു കൈയൊഴിഞ്ഞ തരം ആളുകളുടെ കാര്യത്തിൽ ആരാണ് അള്ളാഹുവിന് ശേഷം അവർക്ക് ജീവിത മാർഗദർശനം നൽകുക? ആരുണ്ട്? അഫലാ തദക്കറൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്നാണ് അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം. അതിനെ തുടർന്നാണ് മക്കയിലെ ആളുകൾ വെച്ചു പുലർത്തിയിരുന്ന ഒരു നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് വെളിപ്പെടുത്തുന്നത്. വഖാലു, ഈ ജനം ചോദിക്കുന്നു, മക്കയിലെ ജനങ്ങൾ, നിഷേധികളായ ബഹുദൈവ വിശ്വാസത്തിന്റെയൊക്കെ പുറകെ പോകുന്ന തരം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. വഖാലു, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്, പറയുന്നത്. മാഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ, ജീവിതം എന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തെ ഈ ജീവിതം തന്നെ ആണുള്ളത്, വേറെ ജീവിതമൊന്നുമില്ല. മാഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ, ഈ ഐഹിക ലോകത്ത് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം മാത്രമാണ് ജീവിതം. അതല്ലാതെ മരണശേഷം മറ്റൊരു ജീവിതം എന്നൊരു സംഗതിയൊന്നുമില്ല. അതൊക്കെ മിഥ്യയാണ്. ജീവിതം എന്നാൽ ഇപ്പോ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. നമൂത്തു വനഹിയ, നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലത്തിന്റെ കറക്കമാണ്, കാലചക്രമാണ് നമ്മളെ മരിപ്പിക്കുന്നത്. അതല്ലാതെ നമ്മളെ മരിപ്പിക്കുന്നതിന് വല്ല ദൈവിക നിർദ്ദേശം നടപ്പിലാക്കപ്പെടുന്ന സ്വഭാവമോ മറ്റൊന്നുമില്ല. ജീവിതം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോകത്തെ ജീവിതം മാത്രമാണ്. അത് ആ കാലചക്രത്തിന്റെ കറക്കത്തിനനുസരിച്ച് അവസാനിക്കുകയും ചെയ്യുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്കോ അതിന്റെ മുമ്പോ ഒന്നും യാതൊന്നുമില്ല എന്നാണ് ഈ കൂട്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. വമാലഹും ബിദാലിക മിൻ ഇൽം, എന്നാൽ അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇവരുടെ ഈ നിലപാടിനെയും അഭിപ്രായത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വമാലഹും ബിദാലിക മിൻ ഇൽം, അവർക്ക് ഇക്കാര്യത്തില് യാതൊരുവിധ അറിവുമില്ല. എന്തെങ്കിലും അറിവിന്റെ അടിസ്ഥാനത്തില്, എന്തെങ്കിലും ശാസ്ത്രീയമായോ മറ്റോ അവർക്ക് കരഗതമായ എന്തെങ്കിലും അറിവിന്റെ പിൻബലത്തിലല്ല അവരിക്കാര്യം പറയുന്നത്. ഇൻഹും ഇല്ലാ യളുന്നൂൻ, അവര് കേവലം ഊഹങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്. അവര് ലന്ന് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഊഹിക്കുകയും സങ്കല്പിക്കുകയും ഒക്കെ മാത്രമാണ് അവർ ചെയ്യുന്നത്. അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംസാരമേ അല്ല ഇത് എന്നാണ് അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തുടർന്ന് പറഞ്ഞത്. അപ്പോ മക്കയില് പാരത്രിക ജീവിതത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകള് വെച്ചു പുലർത്തിയിരുന്ന, അവർ പരസ്പരം പങ്കുവച്ചിരുന്ന ഒരു നിലപാടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ സമീപനം ജീവിതത്തോട് ഈ വിധത്തിലുള്ളതാണ്. ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൗതിക ലോകത്ത് പറന്നു വീഴുന്നത് മുതൽ നമ്മൾ മരിച്ചു പോകുന്നവരെയുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മാത്രമാണ്, വേറെ ജീവിതമില്ല, അതിനപ്പുറത്തേക്ക് നീണ്ടു പോകുന്നില്ല എന്നാണ് അവര് അസർട്ടീവായിട്ട് തറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. മാഹിയ ഇല്ല ഹയാത്തുന ദുന്യ എന്നാണ് അതിന്റെ ഒരു സ്വഭാവം. നമൂത്തു വനഹിയ, നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നതാണ്.
അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന ഇവിടെയുള്ള ഈ പ്രക്രിയയല്ലാത്ത ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ നിർണയിക്കുന്ന ജനനവും മരണവും, ഈ രണ്ട് അറ്റങ്ങൾ കൊണ്ട് ബൗണ്ടായ ഒരു ജീവിതമല്ലാത്ത വേറെ ജീവിതമൊന്നുമില്ല. ഇതാണ് അവരുടെ പ്രതികരണം. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ അടുക്കല് ഹാജരാക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പ്രതികരണം ഇതാണ്: ജീവിതം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ജീവിതം തന്നെയുള്ളൂ, അതല്ലാത്ത വേറെ ജീവിതമൊന്നുമില്ല. നമ്മുടെ നാട്ടിലും പലരും ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് പലപ്പോഴായിട്ട് നമുക്കൊക്കെ കേൾക്കാൻ പറ്റാറുണ്ട്. ജീവിതം എന്ന് വെച്ചാൽ അവര് ജീവിതത്തെ ഈ പരിമിതമായ കാലയളവിലുള്ള ഒരു സംഗതി മാത്രമായിട്ടാണ് കാണുന്നത്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തില് അവര് തികഞ്ഞ ജ്ഞാനത്തിന്റെയോ അറിവിന്റെയോ തെളിവിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരല്ല. അങ്ങനെയല്ല അവർ സംസാരിക്കുന്നത്. അവർ ഊഹിക്കുകയാണ്, സങ്കല്പിക്കുകയാണ് മരണത്തിന് ശേഷം പിന്നെ ഒരു പുനരുത്ഥാനവും തുടർന്നൊരു ജീവിതവും ഉണ്ടാവുക എന്നത് സാധ്യമല്ല എന്നാണ് അവരുടെ സങ്കല്പം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഊഹിക്കുന്നത്. അങ്ങനെയാണ് എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഏകത്വവും അതുപോലെ പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസമൊക്കെ. അപ്പൊ ഇവിടെ പാരത്രിക ജീവിതം എന്നൊരു സംഗതിയെ ഉൾക്കൊള്ളാനേ സന്നദ്ധരാവാതിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖങ്ങളും ഭാഗ്യ ദൗർഭാഗ്യങ്ങളും ഒക്കെ അടങ്ങിയത് മാത്രമാണ് ജീവിതം. ഇവിടെ എന്തൊക്കെ സാധിക്കുന്നുവോ അതൊക്കെ മാത്രമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം കാക്ഷിക്കാനായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല എന്നാണ് അവര് സങ്കല്പിക്കുന്നത്. പക്ഷെ യുക്തി കൊണ്ട് മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ദൈക്ഷണികമായ വിലയിരുത്തലിൽ ഈ ഒരു കാര്യം അംഗീകരിക്കാനോ സത്യപ്പെടുത്താനോ മനുഷ്യന് സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ തെളിവിന്റെയോ അല്ലെങ്കിൽ ആലോചനയുടെയോ പിൻബലം നമുക്ക് ഈ കാര്യത്തില് ഉണ്ടെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇവിടെ കാര്യങ്ങൾ ഇടപാടുകൾ പൂർത്തിയാവുന്നില്ല, നീതി പുലരുന്നില്ല. ഇവിടെ മർദ്ദകനും മർദ്ദിതനും ഒക്കെ ഒരേപോലെ അങ്ങ് കാലം കഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. മർദ്ദിതന് നീതി ലഭിക്കുകയോ മർദ്ദകന് അയാളുടെ അക്രമത്തിനുള്ള ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ ഭൗതിക ലോകത്ത് വളരെ പരിമിതമായിട്ട് അപൂർവമായി ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ ഐഹിക ലോകത്തെ ജീവിതത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നീതി പുലരുക എന്നത് ഒരിക്കലും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ആളുകളുടെ നിലപാട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലം ഉയർത്തെഴുന്നേൽപ്പാണ്. മരണാനന്തരമുള്ള മനുഷ്യന്റെ പുനരുത്ഥാനമാണ്. അതിനെ തുടർന്നുള്ള യഥാർത്ഥ ജീവിതമാണ്. ഇത് വളരെ ഊന്നലോടുകൂടി ഇസ്ലാം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ ആളുകൾ ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നില്ല. അവര് ഇങ്ങനെയാണ് പറയുകയുണ്ടായത്: മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ. ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഐഹിക ലോകത്തെ ജീവിതം മാത്രമാണ്. നമൂത്തു വ നഹിയ, നമ്മള് ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് അതിൻ്റെതായ ഒരു പ്രക്രിയയിൽ അങ്ങനെ നടക്കുകയാണ്. വമാ യുഹ്ലികുന ഇല്ല ദഹർ. കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മെ മരിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുന്നത് ഒരു ദൈവിക ആജ്ഞയുടെ ഫലമായിട്ടാണ്. നമ്മുടെ ജീവൻ പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ജീവൻ പ്രവേശിപ്പിക്കപ്പെടുന്ന പുനരുത്ഥാനത്തിന്റെ ഒരു അനുഭവമുണ്ട് എന്നൊന്നും അവര് ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നില്ല. അത്
അതിന്റെ കാലത്തിന്റെ ഒരു സൈക്കിൾ അനുസരിച്ച് അങ്ങനെ കാലം കറങ്ങുമ്പോൾ ആ കറക്കത്തിനനുസരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരു ക്ലോക്ക് വർക്ക് അതിന്റെ സെല്ലിന്റെ പവർ തീരുന്നതോടുകൂടി നിലച്ചു പോകുന്നത് പോലെ ഒരു സംഗതിയാണ് മനുഷ്യ ജീവിതം. അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നത് ആ വിധത്തിലാണ്. അതില് അങ്ങനെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നതിന് അല്ലെങ്കിൽ അവന്റെ ജീവൻ പിടിച്ചെടുക്കുന്നതിന് ഒരു ദൈവികമായ ഇടപെടലോ നിർദ്ദേശമോ എന്നുള്ള ഒരു സംഗതിയൊന്നുമല്ല. അത് കാലത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്നാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വമാലഹും ബിദാലിക മിൻ ഇൽം. എന്നാൽ അങ്ങനെ പറയുന്നതിന്, മരണശേഷം ഒരു പുനരുത്ഥാനമില്ല, മറ്റൊരു ജീവിതമില്ല എന്ന് തീർത്ത് പറയാൻ അവരുടെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ? അങ്ങനെ യാതൊരു തെളിവും അവരുടെ കയ്യിലില്ല. അതിനെ ഒരു ജ്ഞാനത്തിന്റെ, കൃത്യമായ ആശ്രയിക്കാവുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല അവരിത് പറയുന്നത്. അവർക്ക് അങ്ങനെ കാര്യം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ദൈവിക വെളിപ്പാടോ ഇനി അതല്ലെങ്കിൽ വല്ല ശാസ്ത്രീയമായ തെളിവോ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് പറയുകയല്ല. അവര് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതിന്റെ മുഖ്യമായ കാരണം. ആഗ്രഹിക്കാതിരിക്കുന്നതിന് അവരുടെ ജീവിത നിലപാടുകൾ തന്നെയാണ് കാരണം. പാരത്രിക ജീവിതം എന്നൊരു സംഗതി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ആളുകൾ മാത്രമായിരിക്കും. പാരത്രിക ഒരു പുനരുത്ഥാനമുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിതത്തെ ക്രമപ്പെടുത്തി കർമ്മങ്ങളെ ശരിയാക്കി ജീവിച്ച ആളുകളാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുക. മറ്റുള്ളവര് ജീവിച്ചത് തന്നെ അങ്ങനെ ഒരു പാരത്രിക ജീവിതമുണ്ട് എന്ന് കണക്കുകൂട്ടിക്കൊണ്ടോ അങ്ങനെയുള്ള ഒരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവര് ചെയ്തിട്ടുമില്ല. അതാണ് അത്തരം ആളുകളുടെ നിലപാട്. അപ്പൊ ഇവര് മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്നത് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അവർക്ക് അതിനു വേണ്ട പിൻബലമായ യാതൊരു ജ്ഞാനവും അവരുടെ കയ്യിലില്ല. ഇൻഹും ഇല്ല യളുന്നൂൻ. അവരങ്ങനെ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മരണശേഷം പിന്നെ ഒന്നുമില്ല, അതോടെ തീർന്നുവെല്ലാം എന്ന് അവർ ഊഹിക്കുകയാണ്. അതിന് അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ പറയാൻ അവർക്ക് പിൻബലമായിട്ട് ശരിയായ വെരിഫൈഡ് ആയിട്ടുള്ള ബോധ്യപ്പെടുന്ന അടിസ്ഥാനങ്ങളിലുള്ള വല്ല ജ്ഞാനവും അവരുടെ കയ്യിലുണ്ടോ? അങ്ങനെ യാതൊന്നുമില്ല. അത് ശാസ്ത്രീയമായ വിലയിരുത്തലുകളുടെയോ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ കുറിച്ചുള്ള ജ്ഞാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ ഒന്നുള്ള സംഗതിയല്ല. ദൈവികമായ വെളിപ്പാടുകൾ, അതാണല്ലോ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്രോതസ്. അങ്ങനെ യാതൊന്നും അവരുടെ കയ്യിലില്ലതാണ്. അപ്പോ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല അവർ ഇക്കാര്യം പറയുന്നത്. അത് കേവലം ഊഹം മാത്രമാണ്. ഇൻഹും ഇല്ല യളുന്നൂൻ. അവര് തന്നെ നടത്തുക മാത്രമാണ്, ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വൈദാ തുത്ല അലൈഹിം ആയാത്തുന. നമ്മുടെ സൂക്തങ്ങൾ അവരെ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ, ബയ്യിനാത്തിൻ, വളരെ വ്യക്തതയുള്ള തെളിമയുള്ള നമ്മുടെ സൂക്തങ്ങൾ, ദൈവിക സൂക്തങ്ങൾ അവരെ കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ, മാകാന ഹുജ്ജത്തുഹും ഇല്ലാ അൻ ഖാലു, അവരുടെ വാദം അതിനെതിരിൽ ദൈവിക സൂക്തങ്ങളിൽ പാരത്രിക ജീവിതത്തെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവരെ കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ വാദഗതികൾ ഇങ്ങനെയാണ്: മാകാന ഹുജ്ജത്തുഹും ഇല്ലാ അൻ ഖാലു തു ബിആബാഇന ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധമായി ഗൗരവത്തോടു കൂടിയാണ് ഈ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് നിങ്ങൾ ദൈവിക സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ പൂർവികരായ പലരും മരിച്ചു പോയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പ്രപിതാക്കന്മാര്, അവരെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിക്കും. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ സംസാരം കേട്ടാൽ ഇവര് ആവശ്യപ്പെടുന്ന മുറക്ക് അള്ളാഹു അവരുടെ ആവശ്യപ്പെടൽ അനുസരിച്ച്
പൂർവികരെ അവരുടെ മുന്നിൽ അങ്ങ് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹാജരാക്കും ഓരോ സന്ദർഭത്തിലും എന്നാണ് അവര് സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് സംഭവിക്കുന്നില്ലെങ്കിൽ, പൂർവികരെ കൺമുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ മരണാനന്തരം ഒരു പുനരുത്ഥാനമോ ഒരു ജീവിതമോ ഒന്നും ഇല്ല എന്നാണ് അവരുടെ ഒരു തരം വാദം. പക്ഷെ ഇത് അവര് പറയുന്നത് പോലെ അള്ളാഹു നിർവഹിക്കും എന്നൊരു സങ്കല്പം അടിസ്ഥാനപരമായിട്ട് അബദ്ധമാണ് എന്ന സംഗതി അവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിന് അതിന് ഒരു ക്രമവും വ്യവസ്ഥയും ഒക്കെ ഉണ്ട്. ഇവരാവശ്യപ്പെട്ടത് കൊണ്ടല്ല അള്ളാഹു അവരെ ഭൂമുഖത്തേക്ക് അയച്ചിട്ടുള്ളത്. അവരുടെ കാര്യത്തിലുള്ള നടപടികൾ ഓരോന്നും ഉണ്ടായിട്ടുള്ളത് അവസാനം അവര് മരിച്ചു പോകുന്നതും അവരാവശ്യപ്പെടുന്നത് കൊണ്ടല്ല. അതിന് ദൈവികമായ ഒരു ക്രമവും വ്യവസ്ഥയും ഒക്കെയുണ്ട്. അപ്പോ ഈ പാരത്രിക ജീവിതത്തെ പരാമർശിച്ചുകൊണ്ടുള്ളത് ഉൾപ്പെടെയുള്ള ദൈവിക സൂക്തങ്ങൾ അവരെ കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വാദഗതികൾ ഇങ്ങനെയാണ്. മാക്കാന ഹുജ്ജത്തഹും ഇല്ല അൻഖാലു, ഇങ്ങനെ പറയുക എന്നതാണ് അവരുടെ ന്യായവാദം. എന്താണത്? തൂബി ആബാഇന ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ പൂർവികരും മരിച്ചുപോയവരാണല്ലോ, അവരെ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, ഞങ്ങളുടെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിക്കുക. ഇതാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോ അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത് ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുക്കും. പറയുക പ്രവാചകരെ അവരോടായിട്ട്, അള്ളാഹു യുഹീക്കും സുമ്മ യുമീതുക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്നു. അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, അതേപോലെ നിങ്ങളെ മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അത് നിങ്ങൾ കരുതുന്ന പോലെ എന്തെങ്കിലും കാലത്തിന്റെ പ്രവർത്തനം, കാലചക്രത്തിന്റെ കറക്കത്തിനനുസരിച്ച് താനെ അങ്ങ് സംഭവിച്ചു പോകുന്ന ആകസ്മികതയോ ഒന്നുമല്ല. മറിച്ച് നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ സ്വദ്ദേശ്യപരമായ ഒരു നടപടിയാണ്. അതേപോലെ നിങ്ങളെ മരിപ്പിക്കുന്നതും അവന്റെ ആജ്ഞ അനുസരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തുന്നത്. അള്ളാഹു യുഹീക്കും സുമ്മ യുമീതുക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അള്ളാഹു ആകുന്നു. സുമ്മ യജ്മഉക്കും ഇലാ യൗമിൽ ഖിയാമ, പിന്നെ നിങ്ങളെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അവൻ. അതും അള്ളാഹു തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുന്നു. ലാ റൈബ ഫീഹി, അങ്ങനെ ഒരു നാളുണ്ട് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല, യാതൊരു സന്ദേഹത്തിനും ഇടയില്ല. ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അത് അല്ലാഹു സുനിശ്ചിതമായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, പിന്നീട് അവന്റെ ആജ്ഞപ്രകാരം നിങ്ങളെ അവൻ മരിപ്പിച്ചു. ഇനി അവന്റെ നിശ്ചയപ്രകാരം നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ ഖണ്ഡിതമായിട്ട് പറയുന്നത്. അപ്പൊ ഇക്കാര്യത്തില് അവർക്ക് വിശ്വാസം വരണമെങ്കിൽ മരിച്ചുപോയ ആരെയെങ്കിലും ജീവിപ്പിച്ച് കാണിക്കണം എന്നാണ് അവരുടെ വാദം. അങ്ങനെ മരിച്ചുപോയവരെ ഉടനെ തന്നെ ഇവർ ആവശ്യപ്പെടുന്ന മുറക്ക് ജീവിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇങ്ങനെ ആരെയെങ്കിലും ആവശ്യമുണ്ടോ? അത് വിശ്വസിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളും അതുപോലെ പ്രതിഫലവും ശിക്ഷയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ യാതൊന്നുമില്ല. തെളിവുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ പ്രാപഞ്ചിക മായ ചുറ്റുപാടിലുള്ള സൂചനകളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക സൂക്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം അത് വിശ്വസിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. അപ്പൊ അതിൽ വിശ്വാസത്തിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയോ പ്രാധാന്യമോ ഒന്നുമില്ല. പ്രതിഫലം അർഹിക്കുന്ന ഒരു കാര്യവും ആവുന്നില്ല അത്.
വിശ്വസിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അനന്തരഫലമുള്ള ഉണ്ടാകുന്ന ഒരു കാര്യവും ആവുകയില്ല. സൂചനകൾ ഇവിടെ ആവശ്യത്തിലേറെ നിരത്തി വെച്ചതിന് ശേഷം കാര്യങ്ങളെ ലക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളാനാണ് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ ജീവിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തുടക്കമിട്ടത് അള്ളാഹുവാണ്. നിങ്ങളെ മരിപ്പിക്കുന്നതും അവന്റെ ആജ്ഞപ്രകാരമാണ്. ഇനിയൊരു സന്ദർഭത്തിൽ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതും അവന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും. ഇതാണ് സംശയരഹിതമായ കാര്യം. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സന്ദേഹവുമില്ല. വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, എന്നാൽ ജനങ്ങളിൽ അധിക പേരും കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തവരാണ്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തവരാണ് ജനങ്ങളിൽ അധിക പേരും. ഈ പറയുന്ന കാര്യങ്ങളുടെ യുക്തിതലവും ശാസ്ത്രീയതയും ഒക്കെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ജ്ഞാനപരമായ ഒരു അടിത്തറ ഉള്ളവരല്ല ഏറെ പേരും. ഒട്ടുമിക്ക ആളുകളും അതിനു വേണ്ടിയുള്ള ശ്രമം നടത്താത്തവരുമാണ് എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത. അതിന്റെ സമ്പൂർണമായ നിയന്ത്രണം, അതിന്റെ പൂർണ്ണമായ ഓണർഷിപ്പ് അവന്റേതാണ്. ഈ ആകാശഭൂമികളെ മുൻനിർത്തിക്കൊണ്ടാണ്, ഈ ആകാശഭൂമികളിലെ അതിവിസ്മയകരമായ സംവിധാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഇതിൽ അവസാനിക്കുന്നതല്ല, ഈ ഭൗതിക ജീവിതത്തിൽ അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്നതിവിടെ പറയുന്നു. കേവലമായ നിസ്സാരമായ ഒരു കാലയളവിലെ മനുഷ്യന്റെ ഈ ഭൂമുഖത്തെ വാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്രയും സമഗ്രവും ഗംഭീരവുമായ ഒരു പ്രപഞ്ചത്തെ അള്ളാഹു രൂപകൽപ്പന ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഒരു സംഗതി ആവശ്യമുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോ പാരത്രിക ജീവിതം എന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല, മരണത്തോടെ അങ്ങ് തീർന്നു എല്ലാം എന്ന് സങ്കല്പിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇപ്പോ നിങ്ങളുടെ കൺമുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല സംഗതികളും ഒരു പൂർണ്ണതയിലേക്കോ അതിന്റെ ശരിയായ ഒടുക്കത്തിലേക്കോ എത്തുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. നീതി പുലരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അനീതിയാണ്, അക്രമമാണ് മിക്കയിടങ്ങളിലും വാണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഭൂമുഖത്തെ ജീവിതത്തിന്റെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയായിട്ട് അങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് മരണത്തോടെ ജീവിതം തീർന്നു എന്ന് സങ്കല്പിക്കുക എന്നത് സാധ്യമാണോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. ഒരിക്കലും തന്നെ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇടപാടുകൾ തീർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ആകാശഭൂമികളുടെ ആധിപത്യം, അതിന്റെ സമ്പൂർണമായ ഉടമസ്ഥത, അത് സമഗ്രമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കപ്പെട്ടത് ഒക്കെ അവന്റെ നിയന്ത്രണത്തിലായിട്ടാണ് എന്ന കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ് വയൗമ തഖൂമു സ്സാഅതു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത അള്ളാഹുവിൻ്റെതാണ്. ഇനി അന്ത്യസമയം നടപ്പിലാക്കപ്പെടുന്ന ആ നാളിൽ, യൗമ ഇതിൻ, ആ ഒരു ദിവസം, യഖ്സറുൽ മുബ്തിലൂൻ, ആ ദിവസം അസത്യവാദികൾ അല്ലെങ്കിൽ മിഥ്യാവാദികൾ നഷ്ടകാരികളായി മാറുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്ന, അതിനെ ബാത്തിലാണ് എന്ന് പരിഗണിക്കുന്ന ആളുകൾ, അവര് അങ്ങേയറ്റത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക്, നഷ്ടത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാനിരിക്കുകയാണ്. അത് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്ന ആ സമയത്താണ്. കാരണം അവർ ഇതുവരെ നിഷേധിച്ചു കൊണ്ടിരുന്ന
ഇതുവരെ സത്യമാണ് എന്ന് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. അത് അവരുടെ കൺമുന്നിൽ പുലരുന്ന ഒരു കാര്യമാണ് അവർ കാണുന്നത്. അപ്പൊ അവരെക്കാൾ നെടുങ്കേദത്തിൽ അകപ്പെടുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഈ ജീവിതമാണ്, ഇനി വരാനിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്നുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഇതുവരെ ഭൗതിക ലോകത്ത് അവർ അനുഭവിച്ചിരുന്നത് കേവലം ഒരു പരീക്ഷണം മാത്രമായിരുന്നു. അവരുടെ കാര്യത്തിൽ അവര് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ആ ഘട്ടത്തിൽ അവരോട് പ്രാപഞ്ചികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കപ്പെട്ടതാണ് മരണശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരണാനന്തരമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ആ ജീവിതത്തിൽ, യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൽ സൗഭാഗ്യവാന്മാരാകുന്നതിന് വേണ്ടി അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരീക്ഷണഘട്ടം ആയിട്ട് ഈ ഭൗതിക ലോകത്ത് ജീവിതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതൊക്കെ അവരോട് അറിയിക്കപ്പെട്ടതാണ്. പക്ഷെ അതിനുശേഷവും അവര് അതിനെ യുക്തിതലത്തില് കാര്യങ്ങളെ ബോധ്യപ്പെടുന്നതിനും ഉൾക്കൊള്ളുന്നതിനും പകരം അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം ആളുകള് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവര് എന്തവസ്ഥയിലായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ വലില്ലാഹി മുൽക്കുസ്സമാവാത്തി വൽ അർള് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് വയൗമ തഖൂമുസ്സാഅത്തു, അന്ത്യസമയം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വന്നു ചേരുമ്പോൾ, ആ സാഅത്ത് യാഥാർത്ഥ്യമായി പുലരുമ്പോൾ, യൗമ ഇദിൻ യഖ്സറുൽ മുബ്തിലൂൻ, അസത്യവാദികൾ, ഈ പ്രവാചക സന്ദേശത്തെ ബാത്തിലാണ്, അസത്യമാണ്, മിഥ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, അവര് വലിയ നഷ്ടകാരികളായി മാറുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം അപ്പോഴാണ് അവർക്ക് കാര്യം വെളിപ്പെടുക. നമ്മൾ പിന്തുടർന്ന വഴിയിലൂടെ പോയിരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും വലിയ നഷ്ടമാക്കി മാറ്റിയിരിക്കുന്നത്. കാരണം പാരത്രിക ജീവിതം ഉണ്ട് എന്ന് അംഗീകരിക്കാനോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനോ ഒന്നും നമ്മൾ സന്നദ്ധരായിരുന്നില്ല. അത് കാരണമായി ഇപ്പോ ഒരു പ്രതീക്ഷയും അവശേഷിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ണു തുറന്നിരിക്കുന്നത് എന്നാണ് അവര് തിരിച്ചറിയാൻ പോകുന്നത്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹസാർ, ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാവുന്നത്. അപ്പൊ ആ നാളിൽ യൗമ ഇദിൻ യഖ്സറുൽ മുബ്തിലൂൻ, മിഥ്യാവാദികൾ, അസത്യവാദികൾ എല്ലാവരും തന്നെ ആ നാളിൽ വലിയ ഹസാറിലായിരിക്കും, വലിയ നഷ്ടത്തിലായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. കാരണം ഇനി അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല, എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്നും സങ്കല്പിക്കാൻ വയ്യ. നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് വെച്ചാലും ഗുണമില്ല. ഇനി ഒരു തിരിച്ചുപോക്ക്, ഭൂമിയിലേക്ക് തിരിച്ചുപോയി വീണ്ടും നന്മ ചെയ്യാൻ ഒരു അവസരം കൂടി എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല, അതും അംഗീകരിക്കപ്പെടുന്നതല്ല. ആ നാളിൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അവരെല്ലാ നിലക്കും നഷ്ടകാരികളായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇതാണ് അള്ളാഹു ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് വ്യക്തമാക്കുന്നത്. ഈ ഭൗതിക ലോകത്തെ ജീവിതം മാത്രമേ ജീവിതമായുള്ളൂ, വേറെ ജീവിതമൊന്നുമില്ല എന്നതാണ് അവരുടെ വാദം. ഇനി മറിച്ച് അവർ ആലോചിക്കണമെങ്കിൽ എന്ത് വേണം? അവര് ആവശ്യപ്പെടുന്ന പ്രകാരം അവരുടെ പൂർവികന്മാരിൽ ആരെയെങ്കിലുമൊക്കെ കുഴിമാടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ മുന്നിൽ ഹാജരാക്കണം. എന്നാലേ അതൊരു സാധ്യതയാണ് എന്നവര് കണക്കാക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിരിക്കുന്ന അസംഖ്യം ദൃഷ്ടാന്തങ്ങളൊന്നും ഉൾക്കൊണ്ട് വിശ്വസിക്കാൻ അവര് സന്നദ്ധരല്ല എന്ന് ചുരുക്കം. കാലമാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അത് കാലത്തിന്റെ യാന്ത്രികമായ കറക്കത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്നാണ് മരണത്തെക്കുറിച്ച് അവര് കരുതുന്നത്. മരണം എന്നത് അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മരണത്തിന്റെ മലക്ക് ജീവനെ, ആത്മാവിനെ ഏറ്റുവാങ്ങുന്ന ഒരു പ്രക്രിയയാണത്. ആ മലക്ക് ആത്മാവിനെ നശിപ്പിക്കുകയല്ല, ആത്മാവ് നശിക്കുന്നുമില്ല. മരണശേഷം മറ്റൊരു ഘട്ടത്തില് എല്ലാ മനുഷ്യരും
പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നു. ആ ഘട്ടത്തില് അവന്റെ ആത്മാവ് അവനിൽ തിരികെ എത്തുന്നു എന്നത് അവർ ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പൂർവികരായ മരിച്ചുപോയ ഞങ്ങളുടെ പ്രപിതാക്കന്മാരിൽ ആരെയെങ്കിലും ഒരാളെ ഒന്ന് ഹാജരാക്കിക്കൂടെ എന്നാണ് അവരുടെ ചോദ്യം. പിന്നെ അതിലടങ്ങിയിട്ടുള്ള ഒരു കാര്യം, ഇതൊരു ജീവിതം ഒരു പരീക്ഷണമാണെങ്കിൽ അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതൊരു പരീക്ഷണം എന്ന നിലക്ക് പിന്നെ ജീവിതത്തിന് എന്ത് പ്രസക്തിയുണ്ട്? മരിച്ചുപോയ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിച്ചതിന് ശേഷമാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ അങ്ങനെയല്ല. പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുന്നതിനും മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന കാര്യം അള്ളാഹു പറയുന്നത് സാധ്യമാണ് എന്നത് ബോധ്യപ്പെടുന്നതിനും ഇഷ്ടം പോലെ തെളിവുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവിക വചനങ്ങളിലൂടെ ഇക്കാര്യം പറയുന്നു എന്നത് ഒരു അടിസ്ഥാന വസ്തുതയാണ്. ആ വസ്തുത യുക്തിപരമായിട്ട് സാധ്യമാണോ അല്ലേ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ലൈഫ് സൈക്കിൾ മാത്രം നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിന് ഇത് യാതൊരു പ്രയാസവും ഉള്ള കാര്യമല്ല എന്ന്. മരിച്ച് പൂർണ്ണമായി ഈ ചത്തൊടുങ്ങി കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചുകൊണ്ട് ജീവന്റെ യാതൊരു ലക്ഷണവും തുടിപ്പും ഉണ്ടായിരുന്നില്ലാത്ത ഒരു പ്രദേശത്ത് നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ഒക്കെ തന്നെ ആ അവസ്ഥയിൽ കിടന്ന മണ്ണില് ജീവൻ കിളിർക്കുന്നത് അവര് കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം വേറെ പലയിടങ്ങളിലും. അപ്പോ പ്രപഞ്ചത്തിൽ അള്ളാഹു മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിന്, അത് സാധ്യമാണ് എന്നതിന് ധാരാളം തെളിവുകൾ വെച്ചിട്ടുണ്ട്. ഒട്ടേറെ ചരിത്ര സംഭവങ്ങളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന ദൈവിക വെളിപ്പെടുത്തലിനെ ഉൾക്കൊള്ളാൻ ഇവര് സന്നദ്ധരാവുന്നില്ലെങ്കിൽ അവര് സ്വാഭാവികമായിട്ടും മുബത്തിലുകളാണ്. ദൈവിക സന്ദേശത്തെ അസത്യമാണ്, വ്യാജമാണ് എന്ന് പറയുന്ന ആളുകളാണ്, വ്യാജവാദികളാണ്. അവരാണ് ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നത് കാണുമ്പോൾ ഏറ്റവും വലിയ നെടുങ്കേതത്തിലേക്ക് ചെന്ന് പതിക്കാൻ പോകുന്നത്. അവര് വിരല് കടിച്ചു പോകും. അതുവരെ നിഷേധിച്ചു കൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യം കൺമുന്നിൽ സത്യമായി പുലരുന്നത് അവർ കാണുമ്പോൾ ആ ഘട്ടത്തിലായിരിക്കും അവര് അങ്ങേയറ്റത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക് ചെന്ന് ചാടാൻ പോകുന്നത്. അവരേറ്റവും വലിയ നഷ്ടകാരികളായിരിക്കുന്നു എന്ന കാര്യം അവർ തിരിച്ചറിയുന്നത് ആ ഘട്ടത്തിലായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.